തൊഴിലുറപ്പ് പദ്ധതി ബില്ലിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ബില്ല് കീറിയെറിഞ്ഞു. UDF എംപിമാർ സെക്രട്ടറി ജനറലിന്റെ ചേംബറിൽ കയറി പ്രതിഷേധിച്ചു. ബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരാണ് പ്രതിഷേധിച്ചത്. ബില്ലിൽ ലോക്സഭയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി പറയുന്നതിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധത്തിനിടെയും കേന്ദ്രം ബിൽ പാസാക്കി. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, നോക്കൂ, വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് പാർലമെന്റിനകത്ത് നമ്മൾ കണ്ടു. ബില്ല് പ്രതിപക്ഷം കീറിയെറിയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അവസാനം അത് കേന്ദ്രം പാസാക്കുകയും ചെയ്തു. ഇന്ന് എന്താണ് ശരിക്കും പാർലമെന്റിൽ നടന്ന സംഭവ വികാസങ്ങൾ, സജു? ഈ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആയിരുന്നു ഇതിന്റെ ചർച്ച നടന്നത്. ഇന്നലെ ഏകദേശം 8 മണിക്കൂറോളമാണ് ഈ ചർച്ച നീണ്ടുനിന്നത്. രാത്രി 1:45 വരെയാണ് ചർച്ച. ഈ ചർച്ചയിൽ എല്ലാ അംഗങ്ങളും സംസാരിക്കുന്നതുവരെ സഭ തുടരുകയായിരുന്നു. ഏകദേശം 98 അംഗങ്ങളാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംസാരിച്ചത്. മന്ത്രിയുടെ മറുപടിയായിരുന്നു ഇന്ന് ലോക്സഭയിൽ നടന്നത്. ഈ ലോക്സഭയിൽ നടന്ന മറുപടിക്കിടെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ലോക്സഭയിൽ അരങ്ങേറിയത്. പ്രത്യേകിച്ച് ബില്ല് പാസ്സാക്കരുതെന്നും JPCക്ക് വിടണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുൻപോട്ട് വെച്ചതെങ്കിൽ അതിനെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ മന്ത്രിയോ തയ്യാറായിട്ടില്ല. JPCക്ക് വിടണ്ട എന്നുള്ളൊരു തീരുമാനം ആദ്യമേ തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങളെയൊക്കെയും അവഗണിച്ചുകൊണ്ട് ബില്ല് ഇപ്പോൾ സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്. UDF എംപിമാർ സ്പീക്കർക്ക് തൊട്ട് താഴെയുള്ള ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ചേംബറിന് മുകളിൽ കയറി വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാക്കി. ബി ഈഡൻ, അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ തുടങ്ങിയ എംപിമാരാണ്, DMKയുടെ മറ്റൊരു MP അടക്കമുള്ള 4 MPമാരാണ് ഈ ചേംബറിൽ കയറി വലിയ തോതിൽ പ്രതിഷേധിച്ചത്. എന്തായാലും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കേന്ദ്രം മുൻപോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ രാജ്യസഭയിലേക്കാണ് ഈ ബില്ല് വരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും JPCക്ക് വിടുമോ എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പോക്ക്. ഏകദേശം ഇനിയിപ്പോൾ ഈ അവസാന ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ലോക്സഭയുടെ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. നാളെയോടുകൂടിയാണ് ലോക്സഭയുടെ സമയം പൂർത്തിയാക്കുന്നത്. 19-ാം തീയതി വരെയാണ് ലോക്സഭയുടെ ദിവസം പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതിനു മുന്നായിട്ട് വിവിധ തരത്തിലുള്ള ബില്ലുകൾ അവസാന ദിവസങ്ങൾ അവതരിപ്പിച്ച് പാസ്സാക്കുന്ന ഒരു നടപടിയാണ് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് സമാനമായ നടപടിയാണ് ഈ ശൈത്യകാല സമ്മേളനത്തിലും ലോക്സഭയിലും രാജ്യസഭയിലും കേന്ദ്ര സർക്കാർ അവലംബിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സഭയ്ക്ക് പുറത്തു വരുത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. അതായത് തൊഴിലുറപ്പ് പദ്ധതി 2005 UPA സർക്കാർ കൊണ്ടുവന്നെങ്കിൽ 2009 കൂടി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിപ്പിച്ച് കോൺഗ്രസിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ വലിയൊരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുക, രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ തോതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതിയുടെ പേര് മാറ്റി അതിനെ BJP വൽക്കരണം നടത്തുക എന്നുള്ള വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ പേര് മാറ്റി BBG റാംജി എന്നുള്ള പുതിയ പേരിലേക്കാണ് ബില്ലിനെ മാറ്റിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു നിയമമായി മാറുകയാണെങ്കിൽ 100 ദിവസത്തിന് പകരം 125 ദിവസമായി തൊഴിൽ ദിനം നീട്ടുന്നതോടുകൂടി തന്നെ അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ള ഒരു ആഖ്യാനം മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഭാരം വരാൻ പോകും. അതായത് ഇതിൽ സാമ്പത്തിക ഭാരം കൂടുതൽ ഏൽക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്കാണ്. നേരത്തെ 90% ഫണ്ട് നൽകുന്നത് കേന്ദ്രമാണെങ്കിൽ ഇപ്പോൾ അത് 60% വെട്ടിച്ചുറക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ തത്വങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുൻപോട്ട് നീങ്ങുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ലോക്സഭയിൽ മറ്റു ബില്ലുകൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് സർക്കാർ പാസ്സാക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടല്ലോ, സജു. അപ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു വിവാദങ്ങൾക്കും വഴിവെക്കുന്നില്ലേ? ഇതൊരു സ്വാഭാവിക നടപടിയാണ്. 2014 മുതൽ ലോക്സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായിട്ട് മാറുകയാണ്. അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അവസാന ദിവസങ്ങൾ ഇത്തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ സഭാ അംഗങ്ങൾക്ക് ഏത് ബില്ലാണ് പിറ്റേ ദിവസം അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതായത് ഇത്ര സമയത്തിന് മുൻപേ നൽകണം എന്നുള്ളതാണ് വസ്തുത അല്ലെങ്കിൽ നിയമം. അതാണ് ആ നിയമമൊക്കെ കാറ്റിപ്പുറത്തേക്കൊണ്ട് രാത്രി അല്ലെങ്കിൽ അർദ്ധരാത്രിയോട് കൂടിയായിരിക്കും എന്തായാലും സഭയുടെ ബിസിനസ്സിലേക്ക് ഈ ബില്ലുകൾ അടിയന്തരമായി കടന്നു വരുന്നത്. അപ്പോൾ ഈ MPമാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊന്നും പഠിക്കുവാനോ അല്ലെങ്കിൽ ഈ ബില്ല് എന്താണെന്ന് മനസ്സിലാക്കുവാനോ അവർക്ക് സാവകാശം കിട്ടാറില്ല. അത്തരത്തിൽ വളരെ തിടുക്കത്തിൽ ബില്ലുകൾ കൊണ്ടുവന്ന് സഭയിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കുന്ന ഒരു നടപടിയാണ് ലോക്സഭയിലും രാജ്യസഭയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് 1ാം മോദി സർക്കാരും 2ാം മോദി സർക്കാരും ഇത് തന്നെയാണ് അവലംബിച്ചത്. അത് തന്നെയാണ് ഇത്തവണയും ഈ ബില്ലുകളുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ആണവോർജ്ജ ബില്ല് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ തന്നെ ലൈഫ് ഇൻഷുറൻസ് ബില്ല് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ബില്ലുകൾ ആയിക്കോട്ടെ, ഈ ബില്ലുകളെല്ലാം പേര് മാറ്റത്തിലൂടെ
അല്ലെങ്കിൽ ഇതിലൊരു RSS വൽക്കരണം നടത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നത്. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊക്കെയും അവഗണിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോഴും സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആണവോർജ്ജ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് രാജ്യസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലോക്സഭയിലും ഇതിന് സമാനമായ നടപടിയാണ് ആണവോർജ്ജ ബില്ലും ഉണ്ടായത്. പ്രത്യേകിച്ച് കോൺഗ്രസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ UPA സർക്കാർ കൊണ്ടുവന്ന എല്ലാ ബില്ലുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന്റെ പേര് മാറ്റിക്കൊണ്ട് അതിന്റെ ആശയങ്ങളെ അടിസ്ഥാന ആശയങ്ങളെ മാറ്റിക്കൊണ്ട് അത് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ആശയം അതിലേക്ക് കുത്തി നിറച്ചുകൊണ്ടുള്ള പുതിയൊരു നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ മാറുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാജ്യത്തെ ചില സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം അല്ലെങ്കിൽ ചില സിറ്റികളുടെ പേരുമാറ്റം, റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റം, അത്തരത്തിൽ വലിയ തോതിൽ പേരുമാറ്റം രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് BJP സർക്കാർ മാറുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങളോട് നമ്മൾ കാണുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP സർക്കാരിന് ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം.